ഹായ് ഗൈസ്. എനിക്ക് 18 വയസ്സ് അന്നേരമാണ് ഞാൻ കഴിഞ്ഞപ്പാണ് എനിക്ക് ആ ഒരു സത്യം മനസ്സിലായിട്ടോ. എന്താണെന്നല്ലേ, അതായത് നമ്മളെ ജീവിതത്തിൽ എന്താ ഓരോരുത്തരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ ടൈമിൽ നമ്മളെ സന്തോഷം പിന്നീട് ഇല്ലാണ്ടാവുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കൂല. ആ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കൂല. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തർ അപ്രൂവൽ നോക്കി നിൽക്കും. അതായത് അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ അപ്രൂവൽ നമ്മൾ അനുവാദങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ശരിക്കും നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മളങ്ങനെ ചെയ്യുക, അതാണ് ശരിക്കും വേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ നമ്മളങ്ങ് ചെയ്യണം. കാരണം ഒരു ജീവിതമേ ഉള്ളൂ. അത് നമ്മളെ ഇഷ്ടത്തെ നമ്മൾ ജീവിച്ചു തീർക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പിന്നെന്ന് വെച്ചാല് എന്താ പറയുക, നമ്മൾ കൂടെ, അതായത് നമ്മൾ ചുറ്റുപാട് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അല്ലെങ്കിൽ കുറച്ച് പേരുണ്ടാവും. ആ കുറച്ച് പേരാണെങ്കിൽ പോലും ആ കുറച്ച് പേരെ നമ്മളെ കൂട്ടത്തിൽ നമ്മൾ കൂട്ടുക, അത് നമ്മൾ ചേർത്ത് അങ്ങോട്ട് പിടിക്കുക. അപ്പൊ നമ്മളെ ലൈഫ് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അതായത് ഈസി ആയിട്ട് പോകും. അത് അത്ര നെഗറ്റിവിറ്റി ഒന്നും ഇല്ലാണ്ട് നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് ജീവിച്ചു പോകാം. മുന്നോട്ടേക്ക് നമുക്ക് നല്ലൊരു ലൈഫ് നമുക്ക് കിട്ടും. അതായത് നല്ല ആൾക്കാരെ കൂടെ കൂട്ടുമ്പോൾ. പിന്നെന്ന് വെച്ചാല് അപ്പൊ എന്റേതാണെങ്കിലും ഞാൻ പഠിക്കാനൊക്കെ ഞാൻ കുറെ ആൾക്കാർ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചൂസ് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത്. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും എനിക്ക് മനസ്സിലാണത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ആ ടൈമില് ആ കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ. അപ്പൊ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മളെ ലൈഫ് അടിപൊളിയായേനെ. ഇപ്പൊ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ജീവിതം ജീവിച്ച് തീർക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് പഠിക്കുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളങ്ങ് ചെയ്യുക. അപ്പൊ ഇത് ആർക്കെങ്കിലും എന്നെ പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉണ്ടാവൂലേ? എനിക്കുള്ളത് പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് അടിക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് അത് എന്നെ പോലെ ഉണ്ടെന്ന് എനിക്കൊന്ന് എന്താ ഒരു ആശ്വാസം കണ്ടെത്താലോ. അപ്പൊ സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് രാവിലെ എണീറ്റപ്പോ എനിക്കത് ഭയങ്കര ഒരു റിഗ്രറ്റ് അടിക്കുക, ഇങ്ങനെ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് അടിക്കുക. അപ്പൊ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടോ? അപ്പൊ ഓക്കെ, ബൈ.